മഹാരാഷ്ട്രയിലെ ഭൂമാത ബ്രിഗേഡ്സ് നേതാവ് തൃപ്തി ദേശായി മുംബൈയിലെ ഹാജി അലി ദർഗയിൽ പ്രവേശിച്ചു. ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശനത്തിനുള്ള വിലക്ക് നിലനിൽക്കുകയാണ് നടപടി. ഇന്ന് രാവിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ചാണ് തൃപ്തി ദേശായിയുടെ അപ്രതീക്ഷിത പ്രവേശനം നടന്നത്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട്. സർലിംഗ്, ഇത്തരം വിഷയങ്ങളിൽ രാജ്യത്തുടനീളം വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു നടപടി തൃപ്തിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് കൂടി ശ്രദ്ധേയമാണ്. എങ്ങനെയായിരുന്നു സംഭവം? വിവരങ്ങൾ. സൗമ്യ, ഹാജി അലി ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിയന്ത്രിച്ചിട്ട് ഈ അടുത്ത 5 വർഷം മാത്രമേ ആകുന്നുള്ളൂ. നേരത്തെ തന്നെ തൃപ്തി ദേശായി ഇതിനെതിരെ രംഗത്ത് വരികയും കഴിഞ്ഞ തവണ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. അന്ന് പോലീസും ഈ ക്ഷേത്രത്തിന്റെ അധികാരികളും പിന്നെ കുറച്ച് നാട്ടുകാരും കൂടി അത് തടഞ്ഞിരുന്നു. അതേറെ വിവാദമുണ്ടാവുകയും വാർത്തയുണ്ടാവുകയും ചെയ്തിരുന്നു. ഒരു തരത്തിലും ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി വളരെ തന്ത്രപരമായി മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ തൃപ്തി ദേശായി ഈ ദർഗയ്ക്കുള്ളിലേക്ക് കടന്നത്. എന്തായാലും കടന്നതിന് ശേഷമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അധികാരികളും ഇത് തിരിച്ചറിഞ്ഞതും. നേരത്തെ തന്നെ ദേശായി ഈ സ്ത്രീകളുടെ പ്രവേശന നിയന്ത്രണം ലംഘിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. എന്തായാലും ദർഗയിലേക്ക് ദേശായി കടന്നതിനെതിരെ ഇപ്പോൾ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ഈ ദർബയുടെ ചുമതല ഉള്ളവർ. സൗമ്യ. സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിലെ ഭൂമാത ബ്രിഗേഡ്സ് നേതാവ് തൃപ്തി ദേശായി മുംബൈയിലെ ഹാജി അലി ദർഗയിൽ പ്രവേശിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ചായിരുന്നു ദർഗയിൽ പ്രവേശിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ മാനനഷ്ട കേസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 31 കേസുകളിൽ പ്രതിയാണെന്ന വി.എസിന്റെ പ്രസ്താവനയാണ് കേസിന് ആധാരം. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരായ 31 കേസുകളുടെയും വിശദാംശങ്ങൾ അടങ്ങുന്ന സത്യവാങ്മൂലം പ്രതിപക്ഷ നേതാവ് കോടതിയിൽ സമർപ്പിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ 31 കേസുകൾ നിലവിലുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഉമ്മൻചാണ്ടി തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയിൽ ഹർജി നൽകിയത്. ഏപ്രിൽ 29-ന് കേസ് പരിഗണനയ്ക്കെടുത്ത കോടതി ഉമ്മൻചാണ്ടിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് കോടതിയെ രാഷ്ട്രീയ കളിയുടെ വേദിയാക്കരുതെന്ന് അഡീഷണൽ ജില്ലാ ജഡ്ജി കെ.പി. ഇന്ദിര പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന അടിയന്തരമായി തടയണമെന്ന ഹർജിയും ജഡ്ജി തള്ളുകയായിരുന്നു. ഹർജി പരിഗണിച്ചപ്പോൾ 12 കേസുകളുടെ വിശദാംശങ്ങൾ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദന്റെ അഭിഭാഷകൻ കോടതിയിൽ നൽകി. മറ്റു കേസുകളുടെ കാര്യത്തിനായി കൂടുതൽ സമയം വേണമെന്ന് വി.എസിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് പരിഗണിക്കുന്നത് കോടതി ഇന്നത്തേക്ക് മാറ്റിയത്. അതേസമയം 31 കേസുകളുടെയും വിശദാംശങ്ങളടങ്ങിയ സത്യവാങ്മൂലം പ്രതിപക്ഷ നേതാവ് കോടതിയിൽ സമർപ്പിച്ചു. അഡ്വക്കേറ്റ് ചെറുന്നിയൂർ ശശിധരൻ നായർ വഴിയാണ് സത്യവാങ്മൂലം നൽകിയത്. പാറ്റൂർ ഫ്ളാറ്റ് അഴിമതി കേസിൽ ADGP ജേക്കബ് തോമസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയായി കക്ഷി ചേർത്ത അന്വേഷണം നടത്താൻ ലോകായുക്തയിൽ നടക്കുന്ന കേസ്, സോളാർ അഴിമതി കേസുകൾ, ടൈറ്റാനിയം അഴിമതി കേസ്, സന്തോഷ് മാധവന്റെ ഭൂമിദാന കേസ്, കണ്ണൂർ വിമാനത്താവള നിർമ്മാണ അഴിമതി കേസ് എന്നിങ്ങനെ അക്കമിട്ട് 31 കേസുകളുടെ വിവരമാണ് പ്രതിപക്ഷ നേതാവ് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലുള്ളത്. തനിക്കെതിരെ കേസുകളില്ലെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാദമാണ് ഈ സത്യവാങ്മൂലത്തിലൂടെ പൊളിയുന്നത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. വരൾച്ചയാലുള്ള കൃഷിനാശത്താൽ കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോഴും കർഷക കടാശ്വാസ കമ്മീഷൻ നോക്കുകുത്തിയാകുന്നു. 46,000-ത്തിലധികം അപേക്ഷകളാണ് കമ്മീഷനിൽ തീർപ്പ് കാത്തുകിടക്കുന്നത്. വരൾച്ചയിലും മഴക്കെടുതിയിലുമായി കർഷകർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക കോടികളാണ്. കേരള സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷനിൽ 2011 ഏപ്രിൽ മുതൽ കഴിഞ്ഞ ഒക്ടോബർ 31 വരെ ലഭിച്ചത് 65,416 അപേക്ഷകളാണെന്നിരിക്കെ തീർപ്പ് കൽപ്പിച്ചത് വെറും 19,150 എണ്ണം മാത്രമാണ്. 46,266 അപേക്ഷകൾ തീർപ്പ് കാത്തു കിടക്കുന്നുവെന്ന് സാരം. തീർപ്പ് കൽപ്പിക്കപ്പെട്ട അപേക്ഷകരിൽ മിക്കവർക്കും കടാശ്വാസം നൽകിയിട്ടുമില്ല. കഴിഞ്ഞ മാർച്ച് 1 വരെ കർഷകർക്ക് നൽകാനുള്ള കുടിശ്ശിക 23.24 കോടി രൂപയാണ്. കുടിശ്ശിക നൽകാത്ത സർക്കാർ നടപടി കർഷക ആത്മഹത്യകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് പൊതുപ്രവർത്തകൻ രാജു വാഴക്കാല അഭിപ്രായപ്പെടുന്നു. കേരളത്തിൽ കാലവർഷക്കെടുതി മൂലവും വരൾച്ച മൂലവും കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ വിഭാഗങ്ങൾക്ക് ഒരു ആനുകൂല്യവും നൽകാതെ അവർക്ക് ഒരു ഗുണമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ കമ്മീഷൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഹൈക്കോടതി ജഡ്ജിക്ക് സമാനമായ ശമ്പളവും ആനുകൂല്യവും കൈപ്പറ്റുന്ന ചെയർമാന് പുറമെ പ്രതിമാസം 20,000 രൂപ അലവൻസും യാത്രാഭത്തയും വാങ്ങുന്ന 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. കൂടാതെ 8,210 മുതൽ 1,00,000-ത്തിലധികം രൂപ ശമ്പളക്കാരായ 15 ജീവനക്കാരും കമ്മീഷനിലുണ്ട്. ഭാരിച്ച ശമ്പളവും ആനുകൂല്യവും പറ്റുന്നവർ അപേക്ഷകൾ യഥാസമയത്ത് തീർപ്പ് കൽപ്പിക്കാത്തതിനൊപ്പം കടാശ്വാസം കൃത്യസമയത്ത് നൽകാത്തതുമാണ് കർഷകരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. പോമോനെ മോഡി ഹാഷ്ടാഗ് വമ്പൻ ഹിറ്റെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. വോട്ട് പിടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സൊമാലിയ പരാമർശം തിരിഞ്ഞുകൊത്തിയെന്നാണ്
BBC റിപ്പോർട്ട് ചെയ്തത്. ശിശുമരണ നിരക്ക് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള രാജ്യമായ സൊമാലിയയെയും ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ കേരളം എന്ന സംസ്ഥാനത്തെയും താരതമ്യം ചെയ്ത് മോഡി പുലിവാല് പിടിച്ചെന്നും BBC വാർത്തയിൽ പറയുന്നു. കേരളത്തെ സൊമാലിയയോട് ഉപമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചും വിമർശിച്ചും സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകൾ നിറഞ്ഞതാണ് BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക ലക്ഷ്യം വെച്ച് മോഡി നടത്തിയ അധിക പ്രസംഗം ചീറ്റിപ്പോയെന്ന് BBC വിലയിരുത്തി. പോമോനെ മോഡി എന്ന ഹാഷ്ടാഗിൽ ട്വിറ്ററിലും ഫേസ്ബുക്കിലും മോഡിയെ വിമർശിച്ചു കൊണ്ടുവരുന്ന സന്ദേശങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ട്രെൻഡിംഗ് ആയെന്ന് BBC റിപ്പോർട്ടിൽ പറയുന്നു. സൊമാലിയ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കും പോഷകാഹാരക്കുറവുമുള്ള രാജ്യമാണെന്നും കേരളം ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണെന്നും BBC ചൂണ്ടിക്കാട്ടുന്നു. ഗൂഗിളിൽ ഇപ്പോൾ സൊമാലിയ എന്ന വാക്ക് തിരഞ്ഞാൽ സ്ക്രീനിൽ നിറയുന്നത് പോമോനെ മോഡി എന്ന ഹാഷ്ടാഗിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ്. BJP തിരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെയും സൊമാലിയയും ഉപമിച്ചത്. വികസനത്തിന്റെ കാര്യത്തിൽ 12ാം സ്ഥാനത്തുള്ള ഗുജറാത്തിൽ ഏറെക്കാലം മുഖ്യമന്ത്രിയായിരുന്ന മോഡി വികസനത്തിൽ 1ാം സ്ഥാനത്തുള്ള കേരളത്തെ സൊമാലിയയോട് ഉപമിച്ചതാണ് വിമർശനം ക്ഷണിച്ചുവരുത്തിയത്. സമൂഹമാധ്യമങ്ങളിൽ പോമോനെ മോഡി തരംഗം ആഞ്ഞടിച്ചത് BJPക്ക് തിരിച്ചടിയാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട്ടിൽ നിർമ്മാണത്തിലിരുന്ന റോഡ് തകർന്നതിനെ തുടർന്ന് നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. കൽപ്പറ്റ മേപ്പാടി റോഡാണ് കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്ന് തകർന്നത്. പ്രതിഷേധവുമായി PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ നാട്ടുകാർ ജീവനക്കാരെ പൂട്ടിയിടുകയും ചെയ്തു. 2015 ഡിസംബർ 7-നാണ് 3 മാസങ്ങൾക്കകം പൂർത്തിയാക്കുമെന്ന ഉറപ്പിന്മേൽ റോഡടച്ച് പണി തുടങ്ങിയത്. 7 മാസമായിട്ടും പണി പൂർത്തിയായില്ലെന്ന് മാത്രമല്ല, ഇതുവഴിയുള്ള ഗതാഗതവും പൂർണ്ണമായും നിലച്ചു. സ്ഥലം MLA MV ശ്രേയാംസ്കുമാറിന്റെ അവകാശവാദങ്ങളിൽ ഒന്നായിരുന്ന റോഡ് തെരഞ്ഞെടുപ്പ് എത്തും മുൻപേ ദ്രുതഗതിയിൽ പൂർത്തിയാക്കുവാനായിരുന്നു ശ്രമം. നിർമ്മാണ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ പുത്തൂർ വയലിൽ നിർമ്മിച്ച പാലവും അപ്രോച്ച് റോഡും ഇതോടൊപ്പമിട്ട കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്നാണ് തകർന്നത്. തുടർന്ന് നാട്ടുകാർ രംഗത്തെത്തി പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. PWD അധികൃതർ സ്ഥലത്തെത്താത്തതിനെ തുടർന്ന് പിന്നീട് കൽപ്പറ്റയിൽ ദേശീയപാത ഉപരോധിച്ച നാട്ടുകാർ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജീവനക്കാരെ പൂട്ടിയിട്ടു. മണിക്കൂറുകൾക്ക് ശേഷമാണ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. പാലം പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന ഉറപ്പിന്മേലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. നിർമ്മാണ പ്രവൃത്തികളിൽ വലിയ അഴിമതി നടക്കുന്നുവെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്ന പ്രവൃത്തിയാണ് കൽപ്പറ്റ മേപ്പാടി റോഡിൽ തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. ജിഷ കൊല്ലപ്പെട്ട് 15 ദിവസമായിട്ടും പ്രതിയെപ്പറ്റി തുമ്പ് ലഭിക്കാതെ പോലീസ് വട്ടം ചുറ്റുന്നു. ആധാർ വഴി വിരലടയാള വിവരങ്ങൾ ശേഖരിക്കാമെന്ന പോലീസിന്റെ ഒടുവിലത്തെ നീക്കവും പാളി. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ സ്ഥിതി? എങ്ങനെയാണ്? സൗമ്യ, ജിഷയുടെ കൊലപാതകം നടന്ന് ഇന്നേക്ക് 2 ആഴ്ച തികയുന്നു. ഇപ്പോഴും ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പല രീതിയിലുള്ള അന്വേഷണ പ്രക്രിയ കടന്നുപോയി ഇതിനകം തന്നെ. എന്നാൽ പല വഴികൾ പരീക്ഷിച്ചിട്ടും ഇപ്പോഴും ഒന്നും വിജയത്തിലെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് പോലീസിൻ്റെ മുൻപിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിരലടയാള പരിശോധനയാണ് പോലീസ് നടത്തിയത്. അതായത് ഈ പ്രദേശങ്ങളിലുള്ള വീടുകളിലുള്ള മുഴുവൻ പുരുഷന്മാരുടെയും വിരലടയാളം പോലീസ് ശേഖരിച്ചു. ഇത് ആധാറുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് പരിശോധിച്ചത്. എന്നാൽ അതൊന്നും തന്നെ ഫലം കാണാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. കാരണം നേരത്തെ തന്നെ നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴെല്ലാം തന്നെ ഈ വിരലടയാളം ഒത്തുചേരാതെ വരുന്നത് തന്നെയാണ് പോലീസിനെ എപ്പോഴും പ്രതിസന്ധിയിലാക്കിയിരുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ജിഷയുടെ സഹോദരിയുടെയും അമ്മയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായി. അമ്മയുടെ മൊഴി അനുസരിച്ച് ഉള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ പരിസരവാസികളുടെ മൊഴി അനുസരിച്ച് രണ്ടുപേരുടെ പരിസരവാസികൾ മൊഴി നൽകിയിരുന്നു. അതായത് ഒരാൾ ഇത്തരത്തിൽ കടന്നു പോകുന്നത് കണ്ടു, ജിഷയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന തരത്തിൽ മൊഴികളുണ്ട്. എന്നാൽ പലരും പറയുന്ന മൊഴികളിൽ വൈരുദ്ധ്യവും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പോലീസിനെ വലിയ പ്രതിസന്ധിയിൽ ആക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും കൃത്യമായൊരു തുമ്പ് പോലീസിന് ലഭിച്ചിട്ടില്ല. ഇതുകൂടാതെ ആയുധങ്ങൾ, അവിടെ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങളിലൊന്നും തന്നെ രക്തക്കറ ഉണ്ടായിരുന്നില്ല എന്നതും പോലീസിനെ മറ്റൊരു പ്രതിസന്ധിയിലാക്കി. ഇത്തരത്തിൽ ഒരു തുമ്പും കിട്ടാത്തൊരു സാഹചര്യം തന്നെയാണ് പോലീസിന് മുൻപിൽ ഉള്ളത്. എങ്കിൽ തന്നെയും അമ്മയുടെ മൊഴിയെല്ലാം പരിശോധിച്ച് കൂടുതൽ കൃത്യതയോടെ ഇനി അന്വേഷണം നീങ്ങേണ്ടതുണ്ട്. ഇപ്പോഴും അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും നിർണായകമായ വിവരങ്ങളൊന്നും തന്നെ ഇതിൽ നിന്ന്, അമ്മയുടേതിൽ നിന്നോ അല്ലെങ്കിൽ സഹോദരി ദീപയുടെ മൊഴിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യം, 2 ആഴ്ച കഴിയുമ്പോഴും കൃത്യമായി സൂചന ലഭിക്കാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏത് രീതിയിൽ ഇത്തരത്തിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ വിരലടയാളം, ഈ പ്രദേശത്തെ മുഴുവൻ പുരുഷന്മാരുടെയും വിരലടയാളം ശേഖരിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള അന്വേഷണ പ്രക്രിയ ഒരു തുമ്പും കിട്ടാത്ത സാഹചര്യത്തിലാണ് പോലീസ് ഇത്തരം വഴികളിലേക്ക് കടന്നത്. അത്തരത്തിലുള്ള ദീർഘമായ അന്വേഷണ പ്രക്രിയ മാത്രമാണ് പോലീസിന് മുൻപിൽ ഇപ്പോഴും അവശേഷിക്കുന്നത്. സൗമ്യ. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മരണം നടന്ന 15 ദിവസമായിട്ടും യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ. അവസാന ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി പരമാവധി വോട്ടുകൾ നേടിയെടുക്കാനുള്ള തിരക്കിട്ട പ്രവർത്തനത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. 14-ന് പരസ്യപ്രചാരണം അവസാനിക്കുന്നതോടെ പിന്നെ വോട്ടെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാകും രാഷ്ട്രീയ പാർട്ടികൾ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന നാളുകളിലേക്ക് നീങ്ങിയതോടെ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം ആവേശവും ചൂടും ഒട്ടും ചോരാതെ ശക്തമായ പ്രചരണത്തിൽ തന്നെ. മണ്ഡലം തിരികെ പിടിക്കാനുള്ള പോരാട്ടം ഒരു വശത്ത് മുറുകുമ്പോൾ പല മണ്ഡലങ്ങളിലും ഭരണം നിലനിർത്താനുള്ള അംഗം കൊടുമ്പിരി കൊള്ളുകയാണ്. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും വാഹന പ്രചരണത്തിലൂടെ വോട്ടർമാരെ മുഖം കാണിച്ച് സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പിക്കുന്നതിൻ്റെ വേഗതയും കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നത് വിജയപരാജയം പ്രവചനാതീതമാക്കിയിരിക്കുന്നു. ഇക്കുറിയെങ്കിലും താമര വിരിയിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനവുമായി BJP പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ കേന്ദ്ര നേതാക്കൾ വോട്ട് തേടിയുള്ള പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നു. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും താമര വിരിയിക്കാനായി വിവിധ മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യം അറിയിച്ചു മടങ്ങി. മറ്റ് പാർട്ടികളുടെ ദേശീയ നേതാക്കൾ വിജയമുറപ്പിക്കാനായി മണ്ഡലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇനിയുള്ള ഓരോ ദിനവും പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ട് ഉറപ്പിക്കുന്നതിൻ്റെയും അടിയൊഴുക്ക് നടത്തുന്നതിൻ്റെയും വോട്ടിംഗ് തന്ത്രം മെനയുന്നതിൻ്റെയും തിരക്കിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പോവുകയാണ്. കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇക്കുറി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 14-ാം തീയതി പരസ്യപ്രചരണത്തിന് സമാപനമാകും. കലാശക്കൊട്ട് ഗംഭീരമാക്കുന്നതിൻ്റെ തയ്യാറെടുപ്പുകളും വിവിധ കേന്ദ്രങ്ങളിൽ തകൃതിയാവുകയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മണ്ഡലത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ട ഒന്നാണ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയ മാധ്യമങ്ങൾ ധർമ്മടത്തേക്ക്. CPM പോളിറ്റ് ബ്യൂറോ അംഗവും ധർമ്മടത്തെ LDF സ്ഥാനാർത്ഥിയുമായ പിണറായി വിജയന്റെ പ്രചാരണ ദൃശ്യങ്ങൾ പകർത്താനാണ് NDTV മേധാവി പ്രണോയ് റോയുടെ നേതൃത്വത്തിലുള്ള ദേശീയ മാധ്യമ സംഘം പിണറായിയിലെത്തിയത്. ഇന്ത്യൻ മാധ്യമരംഗത്തെ കുലപതിയും NDTV മേധാവിയുമായ പ്രണോയ് റോയുടെ നേതൃത്വത്തിലുള്ള വാർത്താ സംഘമാണ് പിണറായിയിലെത്തിയത്. ധർമ്മടത്തെ LDF സ്ഥാനാർത്ഥിയും CPIM-ന്റെ സമുന്നത നേതാവുമായ പിണറായി വിജയന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ദൃശ്യവൽക്കരിക്കുന്നതിനായാണ് ദേശീയ മാധ്യമ സംഘം എത്തിയത്. CPIM പിണറായി ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിയ പ്രണോയ് റോയുമായി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചു. പിന്നീട് അരമണിക്കൂർ നീണ്ട അഭിമുഖം. കേരള രാഷ്ട്രീയത്തിന് പുറമെ ദേശീയ വിഷയങ്ങളും അഭിമുഖത്തിൽ ഉയർന്നു വന്നു. പ്രണോയ് റോയുടെ ചോദ്യങ്ങൾക്കെല്ലാം ആറ്റിക്കുറുക്കിയ മറുപടി. പ്രധാനമന്ത്രിയുടെ സൊമാലിയ പ്രയോഗം സംബന്ധിച്ച ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ: കേരളം പോലൊരു സംസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയാണ് രാജ്യത്തുള്ളത്. ഭാര്യ രാധിക റോയ്, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശേഖർ ഗുപ്ത തുടങ്ങിയവരും പ്രണോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. പിണറായിക്ക് വിജയാശംസകൾ നേർന്നാണ് സംഘം മടങ്ങിയത്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. കഴിഞ്ഞ തവണ കൈവിട്ട അടൂർ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF. JSSൽ നിന്ന് കളം മാറി കോൺഗ്രസിലെത്തിയ KK ഷാജു നേരിടുന്നത് സിറ്റിംഗ് MLA ചിറ്റയം ഗോപകുമാറിനെയാണ്. NDAക്കായി അഡ്വക്കേറ്റ് സുധീറാണ് രംഗത്ത്. കഴിഞ്ഞ തവണ അട്ടിമറി വിജയത്തിലൂടെ പന്തളം സുധാകരനെ കെട്ടുകെട്ടിച്ച ചിറ്റയം ഗോപകുമാർ ഇത്തവണ ഏറെ ജനകീയനായാണ് ഇടതുപക്ഷത്തിനായി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ചിറ്റയത്തിന്റെ പ്രചരണം. എനിക്ക് ലഭിച്ച പണം പൂർണ്ണമായി ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായിരുന്നത്. 9 സ്കൂളുകളാണ് ഡിജിറ്റൽ സ്കൂളുകളായി മാറിയത്. അതുപോലെ 2 കോളനികൾ, പന്തളം ചേരിക്കൽ കോളനി 1 കോടി രൂപ, ഈ ഏറത്ത് പഞ്ചായത്തിലെ മുരുകൻകുന്ന് കോളനി 1 കോടി രൂപ. 2 കോളനി ഇപ്പോൾ സമഗ്രമായ വികസനം നടന്നുകൊണ്ടിരിക്കും. അടൂരെ ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ചാണ് മുന്നോട്ട് പോയത്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കണമെന്ന് അടൂരെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അവർ അതുകൊണ്ട് തന്നെ എന്നോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. JSSൽ നിന്നും കളമാറ്റി ചവിട്ടി കോൺഗ്രസിലെത്തിയ KK ഷാജുവാണ് UDF സാരഥി. സംവരണ മണ്ഡലമായ അടൂരിൽ മത്സരിക്കുന്ന KK ഷാജു സംവരണ വിഭാഗത്തിൽപ്പെട്ടയാളല്ല എന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നെങ്കിലും മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഷാജു. ഇത് എത്രയോ കാലമായി UDFന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ്. UDFന്റെ ഒരു മണ്ഡലമാണ്.
ഈ UDF മണ്ഡലം ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ടു. അത് നിങ്ങളുടെ മേഖലയിലെ അലംഭാവോ അലസതയോ ഞങ്ങളുടെയൊക്കെ പാർട്ടിക്കുള്ളിലോ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ എല്ലാം കൂടി കൂടിച്ചേർന്നപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ മണ്ഡലം നഷ്ടപ്പെട്ടത്. പക്ഷെ ഇനി അങ്ങനെ പോകാൻ പാടില്ല. മണ്ഡലത്തിലെ SNDP വോട്ടിൽ കണ്ണും നട്ടാണ് NDA സ്ഥാനാർത്ഥി സുധീർ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. പ്രചാരണത്തിലും അദ്ദേഹം സജീവം തന്നെയാണ്. മൂവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. എന്തായാലും മെയ് 19 പുലരുമ്പോൾ അടൂർ മണ്ഡലം ആരോടൊപ്പം നിൽക്കും എന്ന് കാത്തിരുന്നു കാണാം. ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ.